അപ്പൊ ഞാനിപ്പോ നിൽക്കുന്നത് നെയ്യാറ്റിൻകരയുടെ ഓലത്താൻ എന്ന സ്ഥലത്താണ്. അവിടെ ഏകദേശം ഒരു 10 വർഷങ്ങൾക്ക് മുമ്പായിട്ട് ജീവൻ തുടിക്കുന്ന പുൽക്കൂടം എന്നുള്ള കൺസെപ്റ്റായിട്ട് ഇന്ദ്രപ്രസ്ഥ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഒരു പരിപാടി ക്രിസ്മസിന് ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവരൊരു 10 വർഷത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വന്നിരിക്കുകയാണ് ദാവീദിന്റെ പട്ടണം 2.0 വെർഷനായിട്ട്. ഇവിടെ വർക്ക് തുടങ്ങിയിട്ട് 15 ദിവസത്തോളമായി. രാവും പകലും മൊത്തം വർക്ക് ചെയ്യാണ്. ഇത്ര വരപ്പ് മാത്രമേ ഇതിനകത്തുള്ള മറ്റുള്ള വർക്കുകളൊക്കെ ഉണ്ട്. ഓ, എല്ലാം ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ഫുള്ള്. അതിൽ ഒരു കോംപ്രമൈസും ഇല്ല. ഒരു കോംപ്രമൈസ് ഇല്ല. അപ്പൊ ഇത് നമ്മുടെ ദാവീദിന്റെ പട്ടണത്തിലെ ഗുഹയാണ്. അതായത് ഏർമാടത്തിലോട്ട് കയറുന്ന വഴി ഒരു ഗുഹയായിട്ടാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഏർമാടത്തിന്റെ മേളിൽ കയറി നമുക്ക് ടോട്ടൽ വ്യൂ നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞ ആമസോൺ കാട്, അതായത് ആമസോൺ കാട് ഏകദേശം 35 അടി നീളമുള്ള അനാക്കൊണ്ട പാമ്പും പിന്നെ കുറെ അനിമൽസ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഭാഗത്താണ്. ആർട്ടിസ്റ്റ് ആയിട്ടുള്ള അണ്ണ ഇവിടെ ഇരിപ്പുണ്ട്. അണ്ണന്റെ കലാവിരുതാണ് ഇവിടെ ഏകദേശം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അന്റെ പേരെന്തായിരുന്നു? സാജൻ അല്ലേ? സ്ഥലം എവിടെയാണ്? ആനാവൂരല്ലേ? എത്ര ദിവസം വരെ ഉണ്ട് ഇവിടുത്തെ വർക്ക് തുടങ്ങിയിട്ട്? വർക്ക് ഇപ്പോ തുടങ്ങിയിട്ട് ഏകദേശം 3 ആഴ്ച കഴിഞ്ഞു. 3 ആഴ്ച കഴിഞ്ഞു. ഇവിടെ കുളിയും ഉറക്കവും എല്ലാം ഇവിടെ തന്നെ. അതെ അതെ അതെ. അപ്പൊ നമ്മൾ ദാവീദിന്റെ പട്ടണത്തിലെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള ആമസോൺ കാട്, അതായത് നാച്ചുറൽ ആയിട്ടുള്ള ആമസോൺ കാടിലാണ് നമ്മൾ നിൽക്കുന്നത്. ആമസോൺ കാട് മാത്രമല്ല, ഏകദേശം 35 അടി വലിപ്പമുള്ള അനോക്കൊണ്ട പാമ്പ് പിന്നെ അനിമൽസ് കാര്യങ്ങളെല്ലാം ഈ ഒരു കാട്ടിൽ സെറ്റ് ആക്കിയിട്ടുണ്ട്. അത് നമ്മൾ ഒറിജിനൽ ആമസോൺ കാടിൽ നമുക്ക് പെട്ടെന്ന് കയറി ചെല്ലാൻ സാധിക്കില്ല. അപ്പൊ അതേ ഫീലിലാണ് ഈ ഒരു ആമസോൺ കാട് ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ ദാവീദിന്റെ പട്ടണത്തിലെ ലൈറ്റ്സ് ആൻഡ് സൗണ്ട്സ് ചെയ്തിരിക്കുന്ന നമ്മളെ ചങ്ക് ബ്രോ സാജനാണ്. സാജന്റെ സജു സൗണ്ട്സ് ആണ് ഇവിടെ പ്രകാശവും വെളിച്ചവും സൗണ്ടും കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ള. എന്താണ് ബ്രോ, എത്ര ദിവസമായി വർക്ക് തുടങ്ങിയിട്ട്? 15-ാം തീയതി തൊട്ട് സ്റ്റാർട്ട് ചെയ്തു. 15-ാം തീയതി തൊട്ട് സ്റ്റാർട്ട് ചെയ്തു. ഒരു ദിവസം 6 പേര് വെച്ചാണ് ചെയ്തിട്ടുള്ളത്. 6 പേര് വെച്ച് 15 ലൈറ്റ് വർക്കും സൗണ്ട് 3 ലക്ഷം രൂപയ്ക്കാണ് 3 ലക്ഷം രൂപ വർക്ക് പിടിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ദാവീദിന്റെ പട്ടണത്തിലേക്കുള്ള ലൊക്കേഷൻ, അതായത് ജീവൻ തുടിക്കുന്ന പുൽക്കൂട് നിൽക്കുന്ന ഈ ഒരു ദാവീദിന്റെ പട്ടണത്തിലെ ലൊക്കേഷൻ വരുന്നത് ട്രിവാൻഡ്രം നെയ്യാറ്റിൻകരയിൽ നിന്ന് പൂവാർ റോഡ് വരുമ്പോൾ ഏകദേശം ഒരു 3 കിലോമീറ്ററിനടുത്ത് രായമൂട് പെട്രോൾ പമ്പിന്റെ തൊട്ടടുത്ത് റൈറ്റ് സൈഡിലാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പൊ വരുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ പൂവാറിൽ നിന്ന് വരികയാണെങ്കിൽ പൂവാറിൽ നിന്ന് ഏകദേശം ഒരു 7-8 കിലോമീറ്ററിനകത്ത് റോഡ് സൈഡ് തന്നെയാണ് പൂവാറിൽ നിന്ന് നെയ്യാറ്റിൻകര റോഡ്. അപ്പൊ എല്ലാവരും മിസ്സാക്കരുത്, ഒന്ന് കാണുക. ഓക്കെ.